നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. നമ്മളിവിടെ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ വോൾവോ EX30 എന്ന വാഹനത്തിൻ്റെ ഡ്രൈവുമായിട്ടാണ്. EX30 വോൾവോയുടെ തീർത്തും പുതിയ ഒരു വാഹനമാണെന്നാണ് പറയേണ്ടത്. എന്ന് മാത്രമല്ല, വോൾവോയുടെ ലൈനപ്പിലെ ഏറ്റവും ചെറിയ വാഹനവുമാണ്. അതായത് ഏറ്റവും ചെറിയ ഒരു SUV EV ആണ് EX30 എന്നാണ് പറയേണ്ടത്. 480 കിലോമീറ്റർ റേഞ്ചുള്ള 5.3 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കുന്നൊരു വാഹനമാണിത്. പക്ഷേ ഇതൊന്നുമല്ല ഈ വാഹനത്തെ ശ്രദ്ധേയമാക്കുന്നത്, അത് ഇതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറുമാണ്. രണ്ടും വളരെ ഫ്യൂച്ചറിസ്റ്റിക് എന്ന് പറയാതിരിക്കാനാവില്ല. എന്ന് തന്നെയല്ല, വോൾവോയുടെ പല വാഹനങ്ങളിലും കണ്ടിട്ടില്ലാത്ത, അതായത് വളരെ വില കൂടിയ വാഹനങ്ങളിൽ പോലും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് ഏറ്റവും പുതിയ EX30 കണ്ടെത്താം. എന്താണ് ഈ വാഹനത്തിന് വില എന്ന് ചോദിച്ചാൽ പ്രഖ്യാപിച്ചിട്ടില്ല. സെപ്റ്റംബർ ഒടുവിലെ വില പ്രഖ്യാപിക്കുകയുള്ളൂ. ഒക്ടോബറിലാണ് ഈ വാഹനത്തിൻ്റെ ഡെലിവറി ആരംഭിക്കുന്നത്. എന്തായാലും വളരെ നേരത്തെ തന്നെയാണ് നമ്മളിപ്പോൾ ഈ വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വോൾവോ EX30 ടെസ്റ്റ് ഡ്രൈവിലേക്ക് ജയ്പൂരിൽ നിന്നും സ്വാഗതം. അപ്പോൾ നമ്മൾ വോൾവോ EX30 കൂടുതൽ വിശേഷങ്ങളെ കടക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർപ്പിക്കാം. രാവിലെ നെഗറ്റീവ് പറയുകയാണെന്ന് വിചാരിക്കരുത്. കാരണം ഞാൻ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ അത്തരത്തിലുള്ളതാണ്. പക്ഷേ അതിൻ്റെ ഒരു സൊല്യൂഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഇപ്പോൾ അസുഖങ്ങളൊക്കെ വരുന്നതിന് ഇപ്പോൾ പ്രായമൊന്നുമില്ല. വളരെ ചെറുപ്പക്കാർക്ക് പോലും പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നു. കുഴഞ്ഞു വീണ് മരിക്കുന്ന കേസുകളൊക്കെ നമ്മൾ ഈ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന ചെറുപ്പക്കാർ പോലും കുഴഞ്ഞു വീണ് മരിക്കുന്ന സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ജീവിത രീതിയുടെയൊക്കെ ഒരു പ്രത്യേക ലൈഫ് സ്റ്റൈലിൻ്റെയൊക്കെ ഒരു പ്രശ്നമായിട്ട് കാണാവുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാൽ പോലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഒരുക്കി വെക്കേണ്ടത് ആവശ്യമാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രവാസിയൊക്കെ ആണെങ്കിൽ നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നാട്ടിൽ കുടുംബം കഴിഞ്ഞു കൂടുന്നു. അപ്പോൾ അപ്രതീക്ഷിതമായ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കുടുംബത്തെ മൊത്തത്തിൽ ഉലച്ചു കളയും. അത് സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും. അപ്പോൾ അങ്ങനെ കുടുംബത്തെ താങ്ങി നിർത്തിയിരുന്ന ഒരാളുടെ മരണത്തിന് ശേഷം 15-20 വർഷമൊക്കെ ഫാമിലി എങ്ങനെ ജീവിക്കുമെന്നുള്ളതാണ് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുന്നിൽ വരാറുള്ളൊരു പ്രശ്നം. എന്തായാലും കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു വെച്ച് മരിക്കാമെന്നൊന്നും പറയുന്ന അങ്ങനെ എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ നിങ്ങൾക്ക് ദിവസം ഒരു 20-30 രൂപ മാറ്റി വയ്ക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ അത്രയും തുകയ്ക്ക്, അതായത് മാസം 823 രൂപ മുതൽ തുടങ്ങുന്ന ടേം പോളിസി പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് എടുക്കാൻ പറ്റും. 2 കോടിയൊക്കെ വരെ കവറേജുള്ള പോളിസികളാണ് ഇതിലൊക്കെ ലഭ്യമായിരിക്കുന്നത്. ആ തുക കൊണ്ട് പ്രവാസിയുടെ കുടുംബത്തിന് ഭാവിയിലെ ചിലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇനി ഏത് കമ്പനിയുടെ ടേം ഇൻഷുറൻസ് ആണ് നല്ലത്, അത് എവിടെ നിന്ന് എടുക്കും, ഇതൊക്കെയാണ് സംശയമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയാൽ ഇന്ത്യയിലെ ടോപ്പ് കമ്പനികളുടെ ടേം പ്ലാനുകൾ താരതമ്യം ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്ന പോളിസി നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. ക്ലെയിമിൻ്റെ ആവശ്യം വരുമ്പോൾ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. ക്ലെയിമിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിട്ട് വളരെ പെട്ടെന്ന് നടക്കും. അപ്പോൾ പ്രവാസികളോട് എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾ ഈ ഒരു പോളിസി എടുക്കണമെന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, വിദേശത്ത് നിന്ന് എടുക്കുന്നതിനേക്കാളും 30% തൊട്ട് 50% വരെ കുറഞ്ഞ ചിലവിൽ എടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല NRI അക്കൗണ്ട് വഴി എടുക്കുമ്പോൾ നിങ്ങൾക്ക് 18% GST ഒഴിവാകും. കൂടാതെ ആനുവലിയാണ് നിങ്ങൾ പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ 5% വരെ അഡീഷണൽ ഡിസ്കൗണ്ട് ലഭിക്കും. അങ്ങനെ ആകെ 23% വരെ ലാഭത്തിൽ പ്രവാസികൾക്ക് ഇന്ത്യയിൽ നിന്ന് ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ഈ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ഓർക്കുക, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന കാര്യമാണെന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് എല്ലാവരും ഇത്തരത്തിലുള്ള പോളിസികൾ ഉറപ്പായും എടുത്തു വയ്ക്കുക. അപ്പോൾ നമുക്കിനി വീണ്ടും വോൾവോ EX30 വിശേഷങ്ങളിലേക്ക് കടക്കാം. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള സൈസാണ് ഈ വാഹനത്തെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. പക്ഷേ അങ്ങനെ തീരെ ചെറിയ വാഹനമാണെന്ന് ഉത്പാദകർക്കുമ്പോൾ തോന്നില്ല. കാരണം 2650 മില്ലിമീറ്റർ വീൽ ബേസ് ഉണ്ട് ഈ വാഹനത്തിന്. ഇതിനെ ചേട്ടനെന്ന് വിളിക്കാവുന്ന EX40 എന്ന വാഹനത്തിന് 2702 മില്ലിമീറ്ററാണ് വീൽ ബേസ്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ട് 350 മില്ലിമീറ്ററിൻ്റെ വ്യത്യാസമാണുള്ളത്. എന്തായാലും ഇൻറ്റീരിയറൊക്കെ വളരെ ഗംഭീരമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ആ ഒരു വ്യത്യാസമൊന്നും കാര്യമായിട്ട് ഫീൽ ചെയ്യില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പല പുതുമകളും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. അതിൽ ഏറ്റവും വലിയ പുതുമ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും എന്ന് തന്നെ പറയാം റീസൈക്കിൾഡ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചതാണ്. അതായത് ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ കാർബൺ ഫുട് പ്രിൻറ്റ് എല്ലാ തരത്തിലും പുറപ്പെടുവിക്കുന്ന ഒരു വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത്. അതായത് ഇപ്പോൾ നമ്മൾ രാവിലെ വരെ എൻ്റെ വീഡിയോ കാണിച്ചിട്ടുണ്ട്, നമ്മുടെ യൂസ്ഡ് ജീൻസ് പോലും ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ സീറ്റുകളുടെ നിർമ്മാണത്തിനായിട്ട്. പിന്നെ എപ്പോഴും വോൾവോ പറയുന്ന പോലെ ഒരിക്കലും മൃഗങ്ങളെ കൊന്നുകൊണ്ടുള്ള ലെതർ നിർമ്മിക്കലോ അത്തരം പരിപാടിയൊന്നും വോൾവോ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഒരു സമ്പൂർണ്ണ വെജിറ്റേറിയൻ വാഹനമാണ് ഇതെന്നാണ് പറയേണ്ടത്. എന്നാലും വോൾവോയുടെ ഏതൊരു ഇലക്ട്രിക് വാഹനവും പോലെ തന്നെ ഗംഭീരമായ പിക്കപ്പും ഗംഭീരമായ ആക്സിലറേഷനും അതുപോലെ തന്നെ ആ സേഫ്റ്റി ഫീലും എല്ലാം തന്നെ EX30 തരുന്നുണ്ട്. 2023 ചില രാജ്യങ്ങളിലൊക്കെ ഈ വാഹനം വിപണിയിൽ എത്തിയിരുന്നു. അന്ന് അർബൻ കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന അർബൻ വേൾഡ് കാർ ഓഫ് ദി ഇയർ എന്ന് പറയുന്ന അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അതായത് സിറ്റി യൂസിന് ഏറ്റവും പറ്റിയ വാഹനമെന്നാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സിറ്റി യൂസ് മാത്രമല്ല,
നമ്മളിപ്പോൾ ഹൈവേയിലൊക്കെ ധാരാളം ഓടിച്ചു കഴിഞ്ഞു. വളരെ രസകരമാണ് ഓടിക്കാൻ. ആ ഒരു സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ റോഡ് ഗ്രിപ്പും ഒക്കെ അപാരം എന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്കിനി ഈ വാഹനത്തിൽ നിന്ന് അടുത്ത് കാണാം. അടുത്ത് കാണുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് മുൻഭാഗത്ത് കാണുന്ന ഈ ഒരു ഗ്രില്ല് തന്നെയാണ്. ഗ്രില്ല് എന്ന് പറയുന്നത് ഗ്രില്ലില്ല എന്നാണ് പറയേണ്ടത്. ഗ്രില്ലെന്ന് പറഞ്ഞാൽ കാണിക്കുമ്പോൾ ഗ്രില്ലില്ലാത്ത അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അവിടെ വോൾവോയുടെ ആ ഒരു വലിയ ബാഡ്ജിങ് അല്ലെ ലോഗോയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ വോൾവോയുടെ ലോഗോയുടെ താഴെ പോലും കാണാൻ നിങ്ങൾക്കൊരു ക്യാമറ, അതായത് അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അതൊക്കെ അവിടെ കാണുന്നത്. ഇവിടെയായിട്ടാണ് കുറച്ചെങ്കിലും ഒരു ഓപ്പൺ സ്പേസ് എന്ന് പറയാവുന്ന ഒരു എയർ ഇൻടേക്കും അതുപോലെ തന്നെ ഒരു എയർ ഡാമൊക്കെ പറയാവുന്നത്. ഇവിടെ വീണ്ടും അഡാസിൻ്റെ ആ ഒരു സെൻസേഴ്സൊക്കെയാണ് നമ്മൾ കാണുന്നത്. 9 റഡാറുകളുണ്ട് ഈ വാഹനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട്. അതുകൊണ്ട് തന്നെ പാർക്ക് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ കാര്യക്ഷമമാണ് എന്നുള്ള കാര്യം കൂടി പറയാവുന്നതാണ്. എന്തായാലും ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ കണ്ടുവന്നിരിക്കുന്ന ഹെഡ് ലാമ്പുകളുടെ രീതിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. മെട്രിക്സ് ഹെഡ് ലാമ്പ് എന്നൊക്കെ വിളിക്കാവുന്ന രീതിയിൽ വളരെ രസകരമായ രൂപമാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഡേറ്റ റണ്ണിങ് ലാമ്പും ഒക്കെ അതിൽ തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കാണുന്ന ഈ ഒരു എലമെൻറ്റുകളാണ് അതിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ എയർ ഇൻടേക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം എയറോ ഡൈനാമികത കൈവരിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് കാണാം. ഇതൊക്കെ റീസൈക്കിൾഡ് സംഭവങ്ങളൊക്കെയാണെന്നുള്ളത് നമുക്ക് ഈ ഓരോന്നിലും തൊടുമ്പോൾ പോലും മനസ്സിലാകും കേട്ടോ. നമ്മൾ ചില റീയൂസ്ഡ് പേപ്പറൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് കാണുന്നതിൽ കുറച്ച് റഫായുള്ള സർവീസൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണുന്നതൊക്കെ രസകരമായിട്ടുണ്ട്. അങ്ങനെ മുൻഭാഗം എന്ന് പറയുന്നത് പക്ക വോൾവോ തന്നെയാണ്. പക്ക ഒരു യൂറോപ്യൻ ഡിസൈൻ തന്നെ വന്നിരിക്കുന്നു. അങ്ങനെ വലിയ കനത്ത എന്താ പറയേണ്ടത് ഒരു SUVയുടേതായിട്ടുള്ള ഭീകരമായ കട്ടുകളും ഗ്രേസുകളൊന്നും അല്ല നമ്മൾ കാണുന്നത്. കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും ബോണറ്റിൽ 2 വലിയ ഹെവി ലൈനുകൾ കൊടുത്തിട്ടുമുണ്ട്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോഴും നമ്മൾ വോൾവോയുടെ ഈ ഇലക്ട്രിക് SUVകളുടെ രൂപത്തിലേക്ക് തന്നെയാണ് ഏതാണ്ട് ഈ ഭാഗം വരെ കാണുന്നത്. പിന്നീട് അതിൽ വ്യത്യാസം വരുന്നുണ്ട്. എന്തായാലും ഇവിടെ കൊടുത്തിരിക്കുന്നത് വലിയ എയറോ വീലുകളാണ് കൊടുത്തിരിക്കുന്നത്. 19 ഇഞ്ച് വീലാണ്. അത് വളരെ വലിപ്പം കൂടി ഏതാണ്ട് ഈ വീലാർച്ച് നിറഞ്ഞു നിൽക്കുന്നുണ്ടെന്ന് പറയാം. ഇവിടെയൊക്കെ കനത്ത വളരെ ബോൾഡായിട്ടുള്ള ലൈനുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. സൈഡ് വ്യൂ മിറേഴ്സിൻ്റെ കാര്യത്തിൽ ഫ്രെയിംലെസ് ആണെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. സൈഡ് ഫ്രെയിം ഒന്നും കൊടുത്തിട്ടില്ല. എന്തായാലും ഫ്രെയിംലെസ് ആയതുകൊണ്ട് തന്നെ കാഴ്ചകളൊക്കെ വളരെ എന്താ പറയേണ്ടത് ഒട്ടും തടസ്സമില്ലാതെ കിട്ടുന്നുണ്ട് എന്നാണ് പറയേണ്ടത്. പിന്നെ ഇവിടെയൊക്കെയാണ് വളരെ ബോൾഡായ ലൈനുകൾ കാണാം. താഴെയായിട്ട് വീണ്ടും ആ ഒരു റീസൈക്കിൾഡ് സാധനങ്ങൾ ഇവിടുന്ന് നിർമ്മിച്ചത് നമുക്ക് പെട്ടെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ക്ലാഡിംഗ് ഒക്കെയാണ് കാണുന്നത്. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ ഇതിൽ നമുക്ക് NFC കാർഡാണ് ഉപയോഗിക്കേണ്ടത് നമ്മൾ ഈ വാഹനം തുറക്കാൻ വേണ്ടി. അതിവിടെ ടാപ്പ് ചെയ്യുമ്പോഴാണ് വാഹനം ഓപ്പൺ ആകുന്നത്. അതുപോലെ തന്നെ വീണ്ടും ടാപ്പ് ചെയ്താൽ ക്ലോസ് ആകുകയും ചെയ്യും. ഇനിയിപ്പോൾ കാർഡ് എടുക്കാൻ മറന്നു പോയെങ്കിൽ നമുക്ക് ഡിജിറ്റൽ കീ ഉപയോഗിക്കാം മൊബൈൽ ഫോണിൽ. അങ്ങനെയാണെങ്കിൽ നമ്മളൊന്നും ചെയ്യേണ്ട. മൊബൈൽ ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് നടന്നു വരുമ്പോൾ തന്നെ വാഹനം ഓപ്പൺ ആകുന്നു, കയറുന്നു, നമ്മൾ തിരിച്ച് നടന്നു പോകുമ്പോൾ ലോക്കാകുന്നു. അത്തരം കാര്യങ്ങളൊക്കെയാണ്. അതല്ലാതെ കീ ഫാബ് പോലുള്ള കാര്യങ്ങളൊന്നും തന്നെ തരുന്നില്ല. അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചു. നമ്മളിപ്പോൾ ഒരു വാലറ്റ് പാർക്കിങ്ങിന് പോകുമ്പോഴത്തേക്കും സാധാരണ അതിൽ അവർ ടാഗ് ഇട്ടിട്ടാണല്ലോ നമുക്കൊരു സ്ലിപ്പ് തരുന്നു. എന്നിട്ട് ആ കീ കൊണ്ടുപോകുമ്പോൾ ഒരു ടാഗ് ഇട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. അപ്പം NFC കാർഡിൽ എവിടെയാണ് നിങ്ങൾ ടാഗ് ചെയ്യുന്നതെന്നൊരു പ്രശ്നം വരില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതിന് ഉത്തരമായിട്ട് ഇവർ പറയുന്നത് അതിനായിട്ട് ഒരു ചെറിയ കാർഡ് ഹോൾഡർ നമുക്ക് തരും. ആ കാർഡ് ഹോൾഡറിലിട്ട് നമുക്ക് വാലറ്റ് പാർക്കിനൊക്കെ കൊടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം വോൾവോ ചിന്തിച്ച് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും ഫുൾ ബ്ലാക്ക് ഒരു റൂഫൊക്കെയാണ് കാണുന്നത്. ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ മേളിൽ ഫുൾ ഗ്ലാസ് റൂഫാണ്. അതായത് ഒരിക്കലും അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന റൂഫല്ല, ഫുൾ ഗ്ലാസ് റൂഫ്. അതിപ്പോൾ പലപ്പോഴും നമ്മൾ പല വാഹനങ്ങളും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ഇന്ത്യയിലെ കാലാവസ്ഥയ്ക്ക് പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും പിൻഭാഗത്ത് ഈ ഭാഗമാണ് എനിക്ക് ഏറ്റവും രസമുള്ളൊരു ഭാഗമായിട്ട് തോന്നുന്നത്. ഒട്ടും തന്നെ പിൻഭാഗത്തുള്ള ആ ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് ഒട്ടും മോശമായിട്ടില്ല, രസമായിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ഫിനിഷ് കാണാം. EX30 എന്നുള്ള ബാഡ്ജിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിൻഭാഗം എന്ന് പറയുന്നത് സത്യത്തിൽ മറ്റൊരു വാഹനത്തിലും കാണാത്ത രീതിയാണ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതിൻ്റെ പിൻഭാഗമാണ്. വളരെ രസമാണ്. എന്തൊക്കെയാണ് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക രൂപമാണ്. പ്രധാനമായിട്ട് നമുക്ക് കാണാവുന്നത് ഈ ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലറാണ്. അതിന് ഫുൾ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. അകത്തൊരു ക്യാമറയൊക്കെ എത്തി നോക്കുന്നുണ്ടോ? ക്യാമറയ്ക്ക് അകത്തിരിപ്പുണ്ട് സംഭവങ്ങൾ, പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതുപോലെ ഡീഫോഗറുണ്ട്. അതുപോലെ തന്നെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്. വോൾവോ എന്നുള്ള ബാഡ്ജിങ് നിരത്തി കൊടുത്തിരിക്കുന്നു. എന്തായാലും ഇവിടെ ഈ കണക്റ്റഡ് ആയിട്ടുള്ള വലിയ LED ലൈറ്റൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബ്ലാക്ക് ഫിനിഷ് നല്ല രസമായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അതുപോലെ തന്നെ EX30 എന്നുള്ള ബാഡ്ജിങ് ഇവിടെയും കൊടുത്തിരിക്കുന്നു. ടെയിൽ ലാമ്പിൻ്റെയും എലമെൻറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ ഹെഡ് ലാമ്പിൽ കണ്ട പോലെയുള്ള എലമെൻറ്റ്സ് ഒക്കെയാണ്. അങ്ങനെ വിട്ടുള്ള എലമെൻറ്റ്സാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ടുണ്ട്. സൈഡിൽ വോൾവോ എന്നുള്ള ആ ഒരു ലോഗോ അടക്കം LED ലാമ്പിനുള്ളിൽ കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ മുൻഭാഗത്ത് കണ്ട പോലെ തന്നെയുള്ള ഒരു ബമ്പറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ട് സ്പേസ് നോക്കാം. ബൂട്ട് സ്പേസ് ഇതാ ഇവിടെയാണ് നമ്മൾ ടച്ച് ചെയ്ത് തുറക്കേണ്ടത്. 318 ലിറ്ററാണ് ബൂട്ട് സ്പേസ് കൊടുത്തിരിക്കുന്നത്. മോശമല്ലാത്ത ബൂട്ട് സ്പേസ് ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഫോൾഡ് ചെയ്താൽ 2 സീറ്റ് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 904 ലിറ്ററായിട്ട് ബൂട്ട് സ്പേസ് ഉയരുകയും ചെയ്യും. എന്തായാലും വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഫ്ലോർ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്പെയർ ടയർ ഉണ്ടോ? ഇല്ല, സ്പെയർ ടയറിൻ്റെ പരിപാടിയൊന്നും കൊടുത്തിട്ടില്ല.
അത് പഞ്ചർ കിറ്റ് തരുന്ന പരിപാടിയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതിൽ അത് കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ചാർജിങ് പോയിൻ്റ് ഇതാ ഈ ഭാഗത്ത് 12 വോൾട്ടിൻ്റെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഹുക്കുകളൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെറിയ സാധനങ്ങളൊക്കെ തൂക്കിയിടാനുള്ള ഹുക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ സീറ്റ് നമുക്ക് 2 സീറ്റുകൾ നമുക്ക് 60-40 ആയിട്ട് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കുറച്ച് താഴ്ന്നാണ് ഇരിക്കുന്നത് ഈ ഒരു ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത്. എങ്കിൽ പോലും അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് തോന്നുന്നില്ല. ഇലക്ട്രിക്കലി തന്നെ നമുക്കിത് ഫോൾഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എന്തായാലും വോൾവോയുടെ എന്താ പറയുക XC90 പോലുള്ള വലിയ വലിപ്പം കൂടിയ വാഹനങ്ങളുടെ മുന്നിൽ ഇദ്ദേഹം ഒരു ശിശു ആണെങ്കിൽ പോലും വളരെ രസകരമായ ഡിസൈനാണെന്നുള്ള ഒരു സംശയമില്ല. വളരെ കോമ്പാക്റ്റാണ്, സിറ്റി ഡ്രൈവിന് ഏറ്റവും പറ്റിയതായിരിക്കും. പക്ഷേ ഈ സേഫ്റ്റിയും റേഞ്ചും വെച്ച് നോക്കുമ്പോൾ, അതായത് 480 കിലോമീറ്റർ റേഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ഹൈവേ ഡ്രൈവിനും അല്ലെങ്കിൽ ദീർഘദൂര ഡ്രൈവിനും ഒക്കെ പറ്റുന്നൊരു വാഹനമായിരിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ കിഡിലനാണ് കേട്ടോ. ഇൻറ്റീരിയർ കിഡിലൻ എന്ന് പറയുമ്പോൾ മറ്റൊരു കാര്യമുണ്ട്. നമ്മൾ ഇത്തരം ഇൻറ്റീരിയറൊക്കെ നേരത്തെ തന്നെ കിയ പോലുള്ള വാഹന നിർമ്മാതാക്കൾ കുറച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. അവർ ഈ ഒരു സ്മാർട്ട് ഓഫീസ് ടൈപ്പ് ഓഫ് ഇൻറ്റീരിയർ എന്ന് പറയുന്നത് അവർ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം MG പലപ്പോഴും കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഏതാണ്ട് അതേ ഒരു മട്ടിൽ പക്ഷേ ഒരു യൂറോപ്യൻ സ്റ്റാൻഡേർഡ് നിലനിർത്തിക്കൊണ്ടുള്ള ഇൻറ്റീരിയറാണ്. നമുക്ക് ഇൻറ്റീരിയറാണ്. എങ്ങനെയുണ്ട് ഇൻറ്റീരിയർ? അടിപൊളിയല്ലേ? അടിപൊളിയെന്ന് വെച്ചാൽ ഒന്നുമില്ല എന്നാണ് പറഞ്ഞത്. കയറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ആകെ ഒരു സ്ക്രീനല്ല, ഒന്നും കാണുന്നില്ല. ബാക്കി എല്ലാം തുറന്നൊരു സമീപനം എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലായിടത്തും ഇഷ്ടം പോലെ ലഗേജ് സ്പേസ്, സ്റ്റോറേജ് സ്പേസൊക്കെ ആയിട്ട് അങ്ങനെ തുറന്നിട്ടിരിക്കുകയാണെന്നാണ് പറയേണ്ടത്. ഇൻറ്റീരിയർ നിറം എന്നൊക്കെ പറയുന്നത് നമ്മൾ ചില ഈ ഹോളിവുഡ് സിനിമകളിലൊക്കെ ബഹിരാകാശം നിറയുന്ന ചില പേടകങ്ങളുണ്ടല്ലോ, അതിലൊക്കെ കാണുന്ന പോലത്തെ നിറങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഇവിടെ കണ്ടു ഈ ഒരു ഫിനിഷ് എന്നൊക്കെ പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു തകർപ്പൻ സംഭവമാണെന്ന് പറയാതിരിക്കാനാവില്ല. ഇത് ഇവിടെ ഫുൾ ബ്ലാക്ക് ഫിനിഷ്, ഇവിടെ ഈ ടെക്സ്റ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു ഫിനിഷ് അല്ല ശരിക്കും പറഞ്ഞാൽ അത് ആ ഒരു ഡിസൈൻ എന്നേ ഉള്ളൂ. പക്ഷേ ഇവിടെ വീണ്ടും കുറച്ച് റഫായിട്ടുള്ളൊരു ഫിനിഷൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഇത് പൂർണ്ണമായിട്ടും, അതായത് എന്താ പറയുക, വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട എല്ലാ ഭാഗങ്ങളും തന്നെ ഇവർ റീയൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീസൈക്കിൾഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരു പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ആ ഒരു വാചകം എന്ന് പറയുന്നത് ഇതിനകത്ത് ന്യൂ കാർ സ്മെല്ലില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും പുതിയ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ഞാൻ അതിനെപ്പറ്റി ഒരു ലേഖനം തന്നെ പണ്ടെഴുതി എനിക്ക് ഓർമ്മയുണ്ട്. ഏതൊരു വാഹനവും പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കിപ്പം ഒരു വണ്ടി കണ്ണടച്ചുകൊണ്ടൊന്ന് കയറ്റി കഴിഞ്ഞാൽ പുതിയ വണ്ടിയാണ് എനിക്ക് പറയാൻ പറ്റുമായിരുന്നു ഇത് ഹ്യുണ്ടായി ആണോ മാരുതിയാണോ എന്ന്. കാരണം ഓരോ കാറിനും ഓരോ മണമുണ്ട്. അത് അവർ ലെതറിൻ്റെയൊക്കെ മണമായിരിക്കും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ പല വാഹനങ്ങളിലൊക്കെ കയറി ഇറങ്ങി അവസാനം എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകുമായിരുന്നു, കണ്ണടച്ച് വന്നാൽ പോലും ഇത് ഹ്യുണ്ടായി ആണ് അല്ലെങ്കിൽ ഫോക്സ് വാഗൺ ആണെന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറിയാൽ ഒരു മണവുമില്ല. അതിൻ്റെ കാരണം ഈ റീസൈക്കിൾഡ് മെറ്റീരിയൽസാണ്. അതാണ് നോ ന്യൂ കാർ സ്മെൽ എന്നാണ് ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഹെഡ് ഇന്നലെ എന്നോട് പറഞ്ഞത്. എനിക്ക് വളരെ ഇഷ്ടം, ആ വാചകം വളരെ ഇഷ്ടപ്പെട്ടു. എന്തായാലും അപ്പം മണമൊന്നുമില്ല, പക്ഷേ ഗുണമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം. എന്തായാലും ഇതൊക്കെ കണ്ടോ, ഈ ഒരു സംഭവം AC വെൻറ്റുകളുടെയൊക്കെ കൺട്രോളൊക്കെ രസമാണ്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഒരു എന്താ പറയുക ഗ്ലാസിൻ്റെ ഫിനിഷ്, അതും വളരെ രസകരമായിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഇദ്ദേഹത്തിൽ ഒതുങ്ങിയിരിക്കുകയാണ്. 12.3 ഇഞ്ചിൻ്റെ ഈ ഒരു സ്ക്രീൻ. ഈ സ്ക്രീൻ എന്ന് പറയുന്ന പ്രത്യേകതയുണ്ട്. ഇത് വോൾവോയുടെ വാഹനങ്ങളിലെ ഏറ്റവും വലിയ സ്ക്രീനാണ്. ഏറ്റവും ചെറിയ വാഹനത്തിൽ ഏറ്റവും വലിയ സ്ക്രീൻ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ടല്ലോ. അതായത് അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്നൊക്കെ പണ്ട് പറയില്ല. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം. ഇതിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഈവൻ നിങ്ങൾക്കൊരു ഹെഡ് ലാമ്പ് ഓൺ ചെയ്യണമെങ്കിൽ പോലും ഇതിലേക്ക് പോകണം. അതായത് ഇവിടെ എത്തുന്നു, എന്നിട്ട് എക്സ്റ്റീരിയർ ലൈറ്റ് ഓൺ ചെയ്യുന്നു, അത് അതിൻ്റെ അകത്ത് റിയർ ഫോഗ് ഉൾപ്പെടെ കാര്യങ്ങളൊക്കെ അത് ചെയ്യുന്നു. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലാണ് ആംബിയൻസ്. ഇത് മറ്റൊരു കാര്യം. അതായത് വോൾവോയുടെ വാഹനങ്ങൾ ഇതുവരെ ആംബിയൻ ലൈറ്റ് എന്നൊന്നും പറയുന്ന ഗിമ്മിക്സ് ഒന്നും ഇല്ല. അല്ലെങ്കിൽ ആദ്യമായിട്ട് ഇതിൽ ഇപ്പോൾ 5 ആംബിയൻ ലൈറ്റുകൾ വന്നിരിക്കുകയാണ്. അതാണ് ഇപ്പോൾ ഇതിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നത്. പിന്നെ ഇവിടെ റെയിൻ സെൻസിറ്റിവിറ്റി അടക്കമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വൈപ്പറിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഇതിലാണ്. ഗ്ലൗ ബോക്സ്, അത് മറ്റൊരു കാര്യമാണ്. അതായത് ഇതിൽ നമ്മൾ പ്രസ് ചെയ്താൽ ഇവിടെ ഒരു നിഗൂഢമായ ഒരു സ്ഥലം താഴ്ന്നു വരുന്നു. ഇപ്പം നമുക്ക് ഉദാഹരണം, നമ്മളിപ്പോൾ കുറച്ച് വില പിടിച്ച സാധനങ്ങൾ നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. നമ്മളിതും കൊണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും വെളിയിലൊരു കാര്യത്തിന് ഇറങ്ങി പോകുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ വെച്ച് നമുക്ക് ലോക്ക് ചെയ്യാം. അങ്ങനെ അത് ലോക്കായിക്കോളും. തിരിച്ചാകില്ല, തിരിച്ച് കൈ കൊണ്ടുവരാക്കണം. ഓക്കെ, എന്തായാലും അതിൻ്റെ മറ്റൊരു കാര്യം വെച്ചാൽ നമുക്ക് ലോക്ക് ചെയ്തിട്ട് പോകാമെന്നുള്ള കാര്യമാണ്. ലോക്ക് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വേറെ ഒരാൾക്ക് വണ്ടി കൊടുത്തപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന സാധനങ്ങളൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ബൂട്ട് നമുക്കിതിൽ തുറക്കാൻ സാധിക്കും. 1 പെഡൽ ഡ്രൈവർ അലേർട്ട്, ലെയിൻ കീപ്പ് അസിസ്റ്റ്, അത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ.
അപ്പം കാർ സ്റ്റാറ്റസ് എവറിത്തിങ് ഈസ് ഓക്കെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടയർ പ്രഷർ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ കാണാം. ബാറ്ററിയുടെ പെർസെൻറ്റേജ്, ബാറ്ററി ഹെൽത്ത്, ടോട്ടൽ ഡിസ്റ്റൻസ് ഓടിയത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മളത് കാണുന്നത്. പിന്നെ സൗണ്ടിൻ്റെ കൺട്രോളൊക്കെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിലാണ് ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്, അല്ലെങ്കിൽ കുറച്ച് സമയമെടുക്കും പഠിക്കാനെന്നുള്ള കാര്യമേ ഉള്ളൂ. പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ ഇതിപ്പം പ്രൊഡക്ഷൻ വാഹനമല്ല എന്നുള്ളതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും, അതായത് നെറ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ആയിട്ടില്ല. ഇതൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാം കഴിയുമ്പോൾ, പക്ഷേ ഇപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് ആയിട്ടില്ല. എന്തായാലും ഇതാണ് ഹോം സ്ക്രീൻ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് നാവിഗേഷൻ പോലുള്ള കാര്യങ്ങളെല്ലാം കാണാം, ഫോണിൻ്റെ കണക്ടിവിറ്റി അത്തരം കാര്യങ്ങളും, വയർലെസ് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഇവിടെ അദ്ദേഹത്തിൻ്റെ ബാഡ്ജിങ് നമുക്കിവിടെ കാണാം. ഹാമൻ കാർഡിൻ്റെ ഒരു 1040 വാട്ടിൻ്റെ കിഡിലോസ്കി ഒരു സിസ്റ്റമാണ് ഇതിൻ്റെ അകത്തുള്ളത്. 9 സ്പീക്കർ ഉണ്ടെന്ന് മാത്രമല്ല സബ് വൂഫർ ഉണ്ട്. കൂടാതെ ഈ മുൻഭാഗത്ത് ഇതിൻ്റെ അകത്ത് വലിയൊരു സൗണ്ട് ബാർ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു വലിയ സൗണ്ട് ബാർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ സൗണ്ട് ബാറായിട്ടല്ല കാണുന്നത്, ഫ്രണ്ടിലെ ഡോറിൻ്റെയൊക്കെ സൈഡിലുള്ള സ്പീക്കേഴ്സ് ആയിട്ടില്ല. ഇതിൻ്റെ സൈഡിലൊന്നും ഒരു സ്പീക്കറും കൊടുത്തിട്ടില്ല. മുൻഭാഗത്ത് ഈ ഒരു സൗണ്ട് ബാറാണ്, പിൻഭാഗത്തേക്കാണ് ബാക്കി എല്ലാ കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. അത്തരം കുറേ വിചിത്രമായ കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. പക്ഷേ അതെല്ലാം വളരെ എഫക്റ്റീവ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് അവിടെ കൊടുത്തിരിക്കുന്നു. പിന്നെ താഴേക്ക് വരുമ്പോൾ ഇവിടെയാണ് മൊബൈൽ ഫോണിൻ്റെ ചാർജ് കൊടുത്തിരിക്കുന്നത്, വയർലെസ് ചാർജിങ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഞാൻ ഈ പറഞ്ഞ NFC കാർഡെന്ന് പറയുന്നത്. ഇത് മാത്രമാണ് കീ കാർഡായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്ന ഒരു കാര്യം. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ വീണ്ടും സ്റ്റോറേജ് സ്പേസ് നമുക്ക് കണ്ടെത്താം. ഇഷ്ടംപോലെ സാധനങ്ങൾ വയ്ക്കാം. അതിൽ ചാർജിങ് പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ പ്രസ് ചെയ്ത് തള്ളുമ്പോൾ ടാങ് ഇങ്ങനെ സാധനം വെളിയിലേക്ക് വരുന്നു. കപ്പ് ഹോൾഡറാണിത്. കപ്പ് ഹോൾഡർ മാത്രമല്ല, നമുക്ക് മൂവ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. അടിപൊളി സാധനം. ഇനി ഒരു കപ്പ് ഒരു ചായ കുടിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ പ്രസ് ചെയ്താൽ അവിടെ ഇരുന്നോളൂ. 2 ചായ ആണെങ്കിൽ 2, അതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മളെപ്പോഴും പറയുമല്ലോ, ഈ സൈഡ് ഗ്ലാസ്സുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റുകളെന്ന് പറയുന്നത് പല വാഹനങ്ങളിലും ഇവിടെ കൊടുക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം. വോൾവോ കൊടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല, മറ്റുള്ളവർ കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ളൂ. വോൾവോ ഇവിടെയാണ് ഇത്താണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഗ്ലാസിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ. അതുപോലും ഡോറിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഇത് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നുള്ള കാര്യം സംശയമില്ല. ബുദ്ധിമുട്ടൊന്നുമില്ല ഈ കാര്യത്തിൽ. പക്ഷേ എന്നാലും ആൾക്കാരങ്ങനെ ശീലിച്ചുകൊണ്ട് ഇവിടെ വെച്ച് എന്തിനാണെന്ന് ചോദിക്കും. നമ്മുടെ ജിംനിയിലൊക്കെ ഇവിടെയാണല്ലോ. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ഈ കുമ്പിടി ഈ 2 സ്ഥലത്തും കാണുമെന്നല്ലേ, ഇതേ സാധനം തന്നെ നമ്മൾ പിൻഭാഗത്തെ ഗ്ലാസ് താക്കാൻ ഉപയോഗിക്കുന്നു. അതിനായിട്ട് റിയർ എന്നുള്ളതിലൊന്ന് പ്രസ് ചെയ്തിട്ട് താത്ത് കഴിഞ്ഞാൽ അവിടെയും കണ്ടു ഇവിടെയും കണ്ടു കുമ്പിടി. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഭയങ്കര രസമുള്ള കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ലോക്കും ഗ്ലാസിൻ്റെ ലോക്കും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ താഴെ വല്ലതും ഉണ്ടോ? ഇല്ല, സോറിയാ, ഇല്ല, ഇത് അനങ്ങൂല. നല്ലൊരു ആംറസ്റ്റ് മാത്രമാണ്. ഇത്രയൊക്കെ സ്പേസ് വന്നിട്ട് പിന്നെയും പിടിച്ച് അനക്കുന്നോടാന്നായിരിക്കും ഇപ്പം വോൾവോ ആലോചിക്കുന്നത്. എന്തായാലും അതൊന്നും കൊടുത്തിട്ടില്ല. സീറ്റ് എന്ന് പറയുന്നത് കിടിലൻ സീറ്റാണ്, ഉക്രൻ അപ്ഹോൾസ്റ്ററിയാണ്. പക്ഷേ വെന്റിലേറ്റഡ് സീറ്റുകളല്ല കൊടുത്തിരിക്കുന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം. എന്താണ്, യൂറോപ്പിലൊക്കെ മിക്കവാറും തണുപ്പും ചൂടൊക്കെ ഉള്ളതുകൊണ്ട്, തണുപ്പുള്ളതുകൊണ്ട് പ്രധാനമായിട്ടും സീറ്റ് വെന്റിലേറ്റർ കൊടുക്കാറുണ്ട്. എന്തായാലും ഇത് കൊടുത്തിട്ടില്ല. പക്ഷേ സീറ്റിൻ്റെ ഒരു കുഷ്യനിങ്ങും അതിൻ്റെ ആ ഒരു ഫിനിഷിങ്ങും എല്ലാം കിടലിനാണ്. എന്ന് തന്നെയല്ല, ഇത് PVC മെറ്റീരിയൽ റീസൈക്കിൾ ചെയ്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്തരം കാര്യങ്ങളും തകർപ്പനാണെന്ന് പറയാം. പിന്നെ ഇത് അവർണ്ണനീയം എന്ന് പറഞ്ഞ പോലെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഗ്ലാസ് ഏരിയ, അടയ്ക്കാനും ഒന്നും പറ്റില്ല. അതങ്ങനെ ഓപ്പണായിട്ട് കിടക്കും. ഇപ്പോൾ നമ്മൾ സാമാന്യം ഭേദപ്പെട്ട ചൂടത്താണ് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ വലിയ ചൂടറിയുന്നില്ല. അല്ലെങ്കിൽ പോലും എനിക്ക് കൂടുതൽ താല്പര്യം ഒരു ഫ്ലാപ്പ് ഒന്ന് അടയുന്നത് തന്നെയാണ്. അതാണ് കുറച്ചുകൂടി ഒരു, ഇപ്പോൾ എപ്പോഴും നമ്മൾ ആകാശം കണ്ടുപോകണമെന്നൊക്കെ നിർബന്ധിക്കാൻ പറ്റും, അത് പറ്റില്ലല്ലോ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു ഫ്ലാപ്പ് ആവശ്യമായിരുന്നു, പക്ഷെ അത് കൊടുത്തിട്ടില്ല. എന്തായാലും മേളിലൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ ഹസാർഡ് ലൈറ്റ് പോലുള്ള കാര്യങ്ങൾ, പിന്നെ മേളിലെ ലൈറ്റിൻ്റെ സ്വിച്ച്, അതൊക്കെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഡോർപാഡിൻ്റെ പ്രത്യേകത ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മൾ ഇത് കൊടുത്തിട്ടില്ല, ഏത് സ്പീക്കേഴ്സ് കൊടുക്കാത്തതുകൊണ്ട് തന്നെ സ്പേസ് ഇഷ്ടം പോലെയുണ്ട്. സ്പീക്കർ വരുമ്പോൾ ഒന്നും ഒതുക്കുമല്ല, അതിന് പകരം സ്പേസ് ഉണ്ട്. നല്ലൊരു ആംബ്രസ്റ്റ്, ഒരു എങ്ങുമല്ലാതെ നിൽക്കുന്ന ഒരു ആംബ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല, നമ്മുടെ ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ നമ്മളിങ്ങനെ എന്തൊക്കെയുണ്ട് ചേട്ടാ വിശേഷം എന്നൊക്കെ ഇവിടെ ഞങ്ങൾ സംസാരിച്ചിട്ട് ഒറ്റ തുറക്കല ഡോർ ഇങ്ങനെ. അപ്പോഴത്തേക്കും സൈഡിൽ കൂടെ വരുന്ന ബൈക്കാണെങ്കിൽ ഇടിച്ച് മരിച്ച് വീഴും. പലരൊക്കെ അവിടെയൊക്കെ ഇടിച്ച് മരിച്ച് വീഴും, നമ്മളൊന്നും അറിയുന്ന പോലും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഒരു സെൻസർ കൊടുത്തിട്ടുണ്ട്. സെൻസർ കൊടുത്തിട്ടുള്ളതുകൊണ്ട് നമ്മൾ തുറന്ന് വരുമ്പോൾ തന്നെ ഒരു സെൻസ് ചെയ്തൊരു PP സൗണ്ട് കേൾക്കും. ബാക്കിലൊക്കെ വേറെ വാഹനങ്ങൾ വരുന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു സംഭവമാണ്. അത് ഇന്ത്യക്കാർക്കാണ് ഏറ്റവും ആവശ്യം. പിന്നെ അവിടെ നല്ല ആ ഒരു ഡോർ ഹാൻഡിലാണെങ്കിലും വളരെ രസമാണ്, തുറക്കാൻ വളരെ എളുപ്പത്തിൽ ഉള്ള ഇതുവരെ കാണാത്ത രീതിയിൽ കൊടുത്തിരിക്കുന്നു. തന്നെയല്ല, അതിൻ്റെയൊക്കെ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റേഴ്സും അത്തരം കാര്യങ്ങളും എല്ലാം വളരെ ഗംഭീരമായിട്ടുണ്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുള്ളൊരു വാഹനമായിട്ട് കുറേ കാലമായി. ഇപ്പോൾ ഇതിൽ ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. തന്നെയല്ല, നമുക്ക് എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ കാണുമ്പോൾ. വളരെ രസകരമായ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വാഹനം തന്നെയാണ് തന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റിയറിംഗ് വീലിലേക്ക് പോകാം.
സ്റ്റിയറിംഗ് വീലിലേക്ക് വരുമ്പം ഇത് ഇവിടെ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും അതെ. അപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇതൊരു വൃത്താകൃതി അല്ല എന്നാണ് പറയേണ്ടത്. എനിക്കൊന്ന് കുറച്ച് കാലം കഴിയുമ്പോൾ സംഭവിക്കാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ അങ്ങ് കട്ട് ചെയ്യും. എന്നിട്ട് ഇവിടെയും അല്പം ഉയർന്നു നിൽക്കുന്ന രണ്ട് ഈ ഭാഗങ്ങൾ മാത്രമായിട്ട് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. സ്റ്റിയറിംഗ് എന്ന് പറയുന്നത് ഈ വട്ടത്തിൽ പിടിച്ച് കറക്കുന്ന പരിപാടിയൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആവശ്യമില്ല. ഇവിടെ ഈ കാണുന്ന ഒരു സെൻസറാണ് നമ്മളൊരു ഫാറ്റിക് ഡിറ്റക്റ്റ് ചെയ്യുന്നത്. അതായത് ഡ്രൈവർക്ക് ക്ഷീണം വരികയാണെങ്കിൽ നമ്മുടെ കണ്ണിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും ഈ ഒരു സെൻസർ. എന്നിട്ട് നമുക്ക് കണ്ണിൽ ക്ഷീണം വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ ചായ കുടിച്ചിട്ട് പൊക്കാളി എന്ന് എഴുതി കാണിക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു സെൻസറാണിത്. ഈ ഭാഗത്തേക്കൊക്കെ ഫുൾ ബ്ലാക്ക് ഫിനിഷ്, പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇതിൽ കോയിസ് കൺട്രോൾ, അതുപോലെ തന്നെ ഇവിടെ വോളിയം കൺട്രോളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഗിയർ സെലക്ടർ എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. ഇവിടെ വൈപ്പറിൻ്റെ ഒരു സ്റ്റിക്കും കൊടുത്തിരിക്കുന്നു. മറ്റ് വേറെ വലിയ സംഭവങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എന്തായാലും നല്ല വിസിബിലിറ്റിയൊക്കെയുള്ള ഗ്ലാസ് ഏരിയയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിത് പറഞ്ഞില്ലല്ലോ, ഈ സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകൾ പറഞ്ഞില്ലല്ലോ, അതും വളരെ എളുപ്പത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സാധാരണ വാഹനങ്ങൾ കാണുന്ന വലിയ വലിയ സംഭവങ്ങളൊന്നും അവിടെ കൊടുത്തില്ല. അപ്പോൾ ഒരു ഒറ്റ സ്വിച്ചാണ്. ഈ ഒറ്റ സ്വിച്ചിൻ്റെ നടുവിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പലതരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ്. ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഇതിപ്പോൾ സ്ലാൻഡിങ് പൊസിഷനിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ചാരുന്ന ഭാഗം ചെരിയുന്നു. എന്നാൽ നമ്മൾ ഇതൊന്നുകൂടെ പ്രസ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് മുന്നിലേക്കും പിന്നിലേക്കുമുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാകുന്നു. അപ്പോൾ അതൊക്കെ വളരെ എളുപ്പമാണ്. കാരണം നമ്മൾ അല്ലെങ്കിൽ പല 2-3 വടികളും ഒരെണ്ണം പുറകോട്ട് തിരിക്കാൻ, ഒരെണ്ണം മുന്നോട്ട്, അതൊന്നുമില്ല. ഒരൊറ്റ സ്വിച്ചിൻ്റെ നടുവിലൊരു സ്വിച്ച്, അത് ഉപയോഗിച്ച് നമുക്ക് പലതരത്തിലുള്ള ക്രമീകരണങ്ങൾ ചെയ്യാം. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ആരും ഇതൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതെങ്ങനെ ഇത് ഒരൊറ്റ സ്വിച്ചിലാക്കാം എന്നൊക്കെ പറഞ്ഞ് വോൾവോയിൽ അങ്ങനെ യൂസർ ഫീഡ്ബാക്ക് എടുത്തിട്ട് ചെയ്ത കാര്യങ്ങളായിരിക്കാം. എന്തായാലും എല്ലാം തകർപ്പൻ എന്നാണ് പറയേണ്ടത്. എന്തായാലും ഉള്ളതിൽ കുഞ്ഞൻ എന്ന് പറയുന്നൊരു വാഹനമായതുകൊണ്ട് തന്നെ പിൻഭാഗത്ത് സീറ്റിന് സ്പേസ് കുറവാണോ ലെഗ് സ്പേസ് കുറവാണോ എന്നൊക്കെ ഇനി പിൻഭാഗത്തിൽ നോക്കാം. വോൾവോയുടെ ഏറ്റവും ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ സ്പേസ് ഉണ്ട്. ഇത്ര സാധാരണ നമ്മൾ കാണുന്ന സീറ്റുകളുടെ ആ ഒരു വിഡ്ത്ത് കൊടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. വിഡ്ത്തോ ലെങ്ത്തോ എന്തായാലും പറയുന്നതിന് കാരണം അതിൽ ആദ്യത്തോടെ ആകാമാരും തോന്നി. തന്നെയല്ല, എനിക്കിപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്ന വോൾവോയുടെ V40 എന്ന് പറയുന്ന പഴയ ഹാച്ച് ബാക്കിനെയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു സ്പേസാണ് എനിക്കിതിനകത്ത് തോന്നുന്നത്. അമിതമായ സ്പേസ് ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഈ സീറ്റ് ഇപ്പം അത്യാവശ്യം മുന്നിലേക്ക് നീക്കിയിട്ടിരിക്കുന്നു. ഇത് ഒരു പകുതി വരെ നീക്കിയിട്ടിരിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്രയും സ്പേസാണുള്ളത്. എന്ന് തന്നെയല്ല, നിങ്ങൾക്ക് കാണാവുന്ന പോലെ തൈ സപ്പോർട്ട് കമ്പാരിറ്റീവ്ലി കുറവാണ്. അതിന് കാരണം താഴെ മുഴുവൻ ബാറ്ററി വിരിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്ലാറ്റ്ഫോം ഉയർന്നാണ് ഇരിക്കുന്നത്. പിൻഭാഗത്തിരിക്കുന്നവർക്ക് തൈ സപ്പോർട്ട് കുറയും എന്നൊരു പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ട്. വലിയ സ്പേസ് പിൻഭാഗത്ത് നിങ്ങൾ പ്രതീക്ഷിക്കരുത് ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ. പക്ഷേ 3 പേർക്ക് ഇരിക്കാൻ പറ്റും. കാരണം നടുവിൽ സെൻട്രൽ ടണലൊന്നുമില്ല. എങ്കിലും മറ്റ് വോൾവോയുടെ വാഹനങ്ങളോട് കമ്പയർ ചെയ്യുമ്പോൾ പിൻഭാഗത്തിരിക്കുമ്പോൾ സ്പേസ് കുറവായിട്ട് തന്നെ ബോധ്യപ്പെടും. കൃത്യമായും എനിക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. V40യുടെ പിൻഭാഗത്തിരിക്കുന്ന ഒരു ഫീൽ തന്നെയാണ് വരുന്നത്. പക്ഷേ കോമ്പാക്റ്റ് വാഹനമാണ്, അതുകൊണ്ട് തന്നെ നമുക്കതിനെ കുറ്റം പറയാനും പറ്റില്ല. എന്തായാലും അവിടെ നമ്മൾ കണ്ടല്ലോ പിൻഭാഗത്തെ ഈ ഗ്ലാസ്സുകളുടെ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇവിടെ സ്വിച്ചായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയല്ല, വളരെ കംഫർട്ടബിളായിട്ട് 2 ചാർജിങ് പോയിൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ മൊബൈൽ ഫോൺ എടുത്ത് വയ്ക്കാവുന്ന സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ വീണ്ടും ഒരു റിമൂവബിൾ ആയിട്ടുള്ള ഒരു ട്രേ ആണ് കൊടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇതിലെടുത്ത് കളയണമെങ്കിലൊക്കെ അത് ഊരിയെടുത്ത് കളയാനും സാധിക്കും. പിന്നെ എന്താണുള്ളത്, ഇത് ഇങ്ങറ്റം വരെ വരുന്നുണ്ട്, ഏറ്റവും പിൻഭാഗം വരെ വരുന്നുണ്ട്. അതുകൊണ്ട് വളരെ പ്ലസൻ്റ് ആയിട്ട് ഫീൽ അവിടെ കിട്ടുന്നുണ്ട്. എന്തായാലും ഇവിടെ ഒന്നുമില്ല ചമ്മിപ്പോയി. ഇവിടെ ഒന്നുമില്ല കേട്ടോ, ആംബ്രസ്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇത്ര സ്പേസിനകത്ത് പിന്നെ എന്ത് ആംബ്രസ്റ്റ് എന്നുള്ളതായിരിക്കും വോൾവോ ചിന്തിച്ച കാര്യം. അപ്പോൾ അതുകൊണ്ട് അത്തരം ചില കാര്യങ്ങളിൽ മറ്റ് വോൾവോ മോഡലുകളുമൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തിരി യൂട്ടിലിറ്റി സാധനങ്ങൾ കുറവാണെന്ന് തോന്നാം. മുൻഭാഗത്ത് ഇഷ്ടം പോലെ ഉണ്ട് പിൻഭാഗത്തേക്ക് വരുമ്പോൾ. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഗ്രിപ്പൊക്കെ നല്ല സുഖമുള്ള ഗ്രിപ്പൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പേപ്പേഴ്സും മറ്റും സൂക്ഷിക്കാൻ ഇവിടെ സ്പേസ് ഉണ്ട്. ഇതിൽ മൊബൈൽ ഫോണും കയറ്റി വയ്ക്കാം. അവിടെ ഒട്ടും സ്ഥലമില്ല കേട്ടോ. ഒരു ചെറിയ ബോട്ടിലൊന്നും വെക്കാൻ പറ്റില്ല. എന്തെങ്കിലും മറ്റ് ചെറിയ പേപ്പേഴ്സോ അത്തരം കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. പക്ഷേ നല്ലൊരു ആംബ്രസ്റ്റ് അവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ കയറാനും ഇറങ്ങാനും എന്നൊക്കെ പറഞ്ഞാൽ ഇതങ്ങനെ 180 ഡിഗ്രിയിലൊന്നും തുറക്കാൻ പറ്റുന്ന ഡോറല്ലാത്തതുകൊണ്ട് വലിയ തിരക്കിടില്ല, കയറാമെന്നേ ഉള്ളൂ. എന്തായാലും പിൻഭാഗം എന്ന് പറയുന്നത് മുൻഭാഗത്തെ ഒരു അമ്പരപ്പുണ്ടല്ലോ, നമുക്ക് കാണുമ്പോൾ അടിപൊളി എന്ന് തോന്നുന്ന അമ്പരപ്പിനോളം വരില്ല. പിൻഭാഗത്തെ സ്പേസും പിൻഭാഗത്തെ കംഫർട്ടും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എങ്കിൽ പോലും വളരെ പ്ലസൻ്റ് ആയിട്ടുള്ള ഫീലുണ്ട് പിൻഭാഗത്തും. അത് ഈ ഗ്ലാസ് ഏരിയയുടെയും പിന്നെ ഈ ഉപയോഗിച്ചിരിക്കുന്ന നിറങ്ങളുടെയൊക്കെ പ്രത്യേകതയായിട്ട് പറയാം. പിൻഭാഗത്തേക്ക് AC വെൻ്റൊന്നുമില്ല. പക്ഷേ അത് അത്രയധികം വലിയൊരു വാഹനമല്ലാത്തതുകൊണ്ട് AC വെൻ്റിൻ്റെ ആവശ്യമില്ല. പിൻഭാഗത്തേക്ക് പാഴ്സൽ ട്രേ അത്തരം കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. പിൻഭാഗത്തെ കംഫർട്ട് അധികം പ്രതീക്ഷിച്ച് ഈ വാഹനം വാങ്ങിക്കേണ്ട, അത് ഇത്തിരി കുറവ് തന്നെയാണ്. പക്ഷേ മറ്റ് പല കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ഇതൊരു ചെറിയ കുറവായിട്ട് കണ്ടാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. തൈ സപ്പോർട്ട് അല്പം കൂടി ആകാമായിരുന്നു എന്ന് വീണ്ടും എടുത്തു പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വാഹനം ഇനി ഓടിച്ചു നോക്കാം.
അങ്ങനെ നമ്മൾ രാജസ്ഥാനിലെ റോഡുകളിലൂടെ വോൾവോ EX30 ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യക്കാർ ഒരു കാലത്തും നന്നാകില്ല എന്ന് തോന്നിക്കുന്ന, അറ്റ്ലീസ്റ്റ് ഇൻ റോഡ് സെൻസ് എന്ന് മനസ്സിലാക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ എപ്പോഴും കാണാൻ സാധിക്കുന്നത്. നല്ല ഗംഭീരമായ റോഡുകൾ. അതായത് നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഹൈവേകളൊക്കെ പണി തുടങ്ങിയിട്ടേ ഉള്ളെങ്കിൽ ഇത് വർഷങ്ങൾക്ക് മുമ്പേ നല്ല കിടിലൻ ഹൈവേ ഒക്കെയാണ് ജയ്പൂരിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ ഉള്ളത്. അവിടെ എല്ലാം നമ്മൾ ഓടിക്കുന്ന ലൈനിൽ കൂടെ ഓപ്പോസിറ്റ് വണ്ടി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. ഏറ്റവും വലിയ തമാശ, ഇന്ന് രാവിലെ നമ്മൾ ഓടിച്ചു വരുമ്പോൾ എൻ്റെ മുന്നിൽ ഒരു പോലീസ് ജീപ്പാണ്. ആ പോലീസ് ജീപ്പൊക്കെ നോക്കി നിൽക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ബ്ലോക്ക് ആക്കിക്കൊണ്ട് ബസ്സുകൾ വരെയാണ് ഓപ്പോസിറ്റ് വരുന്നത്. ബസ്സുകൾ അങ്ങോട്ട് പോയി, അത് എന്തൊരു അപകടമാണെന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അപ്പോൾ വരും പശു, ആട്, കീട് എല്ലാം. ഇപ്പോൾ നമ്മളൊരു ആട്ടും കൂട്ടത്തിൻ്റെ മുന്നിൽ ബ്ലോക്ക് ആക്കിയാണ് ഹൈവേയിൽ. അത് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അടുത്ത വണ്ടി വരുന്നു. ഇങ്ങനെ വെളിവില്ലാത്ത രീതിയിൽ ഇന്ത്യയിലെ ട്രാഫിക് സംസ്കാരം മൊത്തം നശിപ്പിച്ച് കളഞ്ഞിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞില്ല, മുന്നിലൊരു പോലീസ് ജീപ്പുണ്ട്. പോലീസ് ജീപ്പൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അതിൻ്റെ അർത്ഥം ഇവിടെ അതൊക്കെ തന്നെയാണ് നിയമം എന്നുള്ള കാര്യമാണ്. സത്യത്തിൽ നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. ഇത്ര നല്ല ഹൈവേ ഒക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം, വാഹനം ഓടിക്കാനും അറിയില്ല, യാതൊരു സെൻസും ഇല്ലാത്ത മനുഷ്യരാണ്. ഇതൊക്കെ അടുപ്പിച്ച് ഒരാഴ്ച ഈ ഒരു സിംഗിൾ ട്രാക്കിലൂടെ തിരിച്ച് ഓപ്പോസിറ്റ് വണ്ടി ഓടിച്ച് വരുന്നതിന് ഫൈൻ അടിച്ച് തുടങ്ങിയാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ല. അപ്പോൾ അതൊന്നും ഇവിടുത്തെ പോലീസുകാർക്കും സിസ്റ്റത്തിനും അറിയാനിട്ടാണെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ തന്നെ 25 പേരൊക്കെയാണ് ഒരു ഓട്ടോറിക്ഷ കുത്തി നിറഞ്ഞു പോകുന്നത്. നമ്മൾ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ അത്തരം കാര്യങ്ങൾ സമ്മതിക്കണം. നമ്മുടെ നാടിനെ, അതായത് കേരളത്തിലെ ട്രാഫിക് അവസ്ഥകൾ ഒരു പരിധി വരെയെങ്കിലും നന്നായി പോകുന്നത് നമ്മുടെ MPD അത്ര സ്ട്രോങ് ആയതുകൊണ്ട്. അല്ലെങ്കിൽ ഈ ലോകത്തിന് മുഴുവൻ അവമാനമാകുന്ന രീതിയിൽ ഇവിടെ കാണുന്ന അതേ കാഴ്ച നമുക്ക് അവിടെ കാണേണ്ടി വന്നതാണ്. അവിടെ ഒരിക്കലും ഒരു ഓട്ടോറിക്ഷയിൽ 50 പേര് ഇടിച്ചു തള്ളി പോകുന്ന കാഴ്ചയൊന്നും കാണാൻ പറ്റില്ല. ഇപ്പോൾ ചില വാഹനങ്ങൾ കേരളത്തിലും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ഈ അതിഥി തൊഴിലാളികൾ വന്നതിന് ശേഷം കണ്ടു തുടങ്ങിയതാണ്. ലോകത്തൊടത്തും ഇല്ലാത്ത ചില വാഹനങ്ങൾ അതിൽ തന്നെ 25 പേരുന്നുണ്ട് യാത്ര ചെയ്താൽ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ രാവിലെ പണി സ്ഥലത്തേക്കൊക്കെ പോകുന്നു. അതും MPയുടെ കണ്ണിൽപ്പെട്ടാൽ തീർച്ചയായിട്ടും ഫൈൻ അടിക്കും. എന്തായാലും അത്തരം കാഴ്ചകളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വാഹനത്തിലേക്ക് വരാം. ഈ വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ വലിയ EX90 അല്ലെങ്കിൽ ജീപ്പിൻ്റെ അവഞ്ചർ EV അതിൻ്റെയൊക്കെ പ്ലാറ്റ്ഫോം തന്നെയാണ്. വളരെ ഗംഭീരമായ പ്ലാറ്റ്ഫോമാണ് നിർമ്മിച്ചിരിക്കുന്നത്. ദൈവയുടെ റോഡൊക്കെ ഇടിഞ്ഞു കിടക്കുന്നു. അങ്ങനെ ഗംഭീരമായ പ്ലാറ്റ്ഫോമിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് പലതരത്തിലുള്ള മോട്ടറുകളും ബാറ്ററി പാക്കുകളും ഒക്കെ ലോകവ്യാപകമായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഒരേ ഒരു ബാറ്ററി പാക്കും ഒരേ മോട്ടർ മാത്രമാണ്. ഇതിൻ്റെ ഓൾ വീൽ ഡ്രൈവ് മോഡലിന് 3.6 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അതായത് വോൾവോയുടെ വാഹനങ്ങളിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് 100 എത്തുന്നത് ആ ഒരു EX30 ആ ഒരു വേരിയൻ്റാണ്. പക്ഷേ അതൊന്നും നോക്കിയപ്പം ഇവിടെ അവൈലബിൾ അല്ല. ഇന്ത്യയിൽ ഒരു ബാറ്ററി പാക്ക് ഒരു മോട്ടർ മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ. എന്തായാലും ഓടിക്കാൻ പരമസുഖമാണ്. കാരണം വെച്ചാൽ ഒന്നാമത് വെയിറ്റ് കുറഞ്ഞ വാഹനം, വലിപ്പം കുറഞ്ഞ വാഹനം, അതുപോലെ ടേണിങ് റേഡിയസൊക്കെ വളരെ ചെറുതായതുകൊണ്ട് എപ്പോഴേയും വളച്ചെടുത്തുകൊണ്ട് പോകാൻ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ്, അത്തരം കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു SUV ഓടിക്കുന്നതിൻ്റെ ഒരു രസം, ഹരമൊക്കെ തീർച്ചയായിട്ടും ഈ ഒരു വാഹനം തരുന്നുണ്ട്. പക്ഷേ അത് പിൻഭാഗത്തെ സീറ്റിൻ്റെ സ്പേസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളൊരു സത്യസന്ധമായ കാര്യമാണെങ്കിൽ പോലും ഒരു പരിധി വരെ നമുക്ക് രസകരമായിട്ട് ഓടിച്ചു പോകാവുന്ന അവസ്ഥ ഈ ഒരു വാഹനത്തിനുണ്ട്. പിന്നെ പരമരസികൻ ഇൻറ്റീരിയർ, പരമരസികൻ എക്സ്റ്റീരിയർ അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായൊരു വാഹനമാണ് നമുക്കിതിനെ വിളിക്കാവുന്നത്. പിന്നെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ അഡാസിൻ്റെ ലെവൽ 2 ഫീച്ചേഴ്സ് എല്ലാം തന്നെയുണ്ട്. കൂടാതെ നമ്മളിപ്പം ഒരു ചെറിയ സ്പേസ്, ആ സ്പേസ് പാർക്കിങ്ങിന് പറ്റുന്നതാണോ എന്ന് വാഹനം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് സ്വയം പാർക്ക് ചെയ്യുന്ന പാർക്ക് അസിസ്റ്റ് പോലുള്ള കാര്യങ്ങളും എല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഗംഭീരമാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഈ ഒരു സ്ക്രീനും ഇതിൻ്റെ ഒരു സോഫ്റ്റ്വെയറൊക്കെ കിടിലാണ് കേട്ടോ. സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗൂഗിളിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടില്ല. കാരണം വാഹനം ഇതൊരു പ്രൊഡക്ഷൻ വാഹനമായിട്ട് അവർ കാണുന്നില്ല. അതെല്ലാം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും സീറ്റിംഗ് പൊസിഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം മികച്ചൊരു കോമ്പാക്റ്റ് SUVക്ക് ചേരുന്നത് തന്നെയാണ്. അതിൻ്റെ ഒരു സുഖം തീർച്ചയായിട്ടും നമ്മൾ ഓടിക്കുമ്പോഴും കിട്ടുന്നുണ്ട്. അപ്പോൾ 69 കിലോ വാട്ടിൻ്റെ നിക്കൽ മാംഗനീസ് കോബാൾട്ട്, അത് NMC ബാറ്ററി പാക്കാണ് ഇത് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ മോട്ടറാണ്, ഡുവൽ മോട്ടർ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടില്ല. 480 കിലോമീറ്റർ റേഞ്ചാണ്. 272 SP മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ 5.3 സെക്കൻഡ്സ് മതി 100 കിലോമീറ്റർ വേഗത എടുക്കാൻ. അത്തരം കാര്യങ്ങളെല്ലാം പക്ക ആണ് എന്നാണ് പറയുന്നത്. വെയിറ്റ് കുറഞ്ഞ വാഹനമായതുകൊണ്ട് നമുക്ക് ഈ പെർഫോമൻസ് എന്നൊക്കെ പറയുന്നത് വളരെ പെട്ടെന്ന് നമുക്കൊരു ആസ്വദിക്കാൻ കഴിയുമെന്ന് പറയാം. ഫാസ്റ്റ് ചാർജറിൽ 25 മിനിറ്റ് കൊണ്ട് 80% ചാർജാകും. വീട്ടിലെ ചാർജറാണെങ്കിൽ, അതായത് ഈ വാഹനത്തോടൊപ്പം കിട്ടുന്ന ചാർജറാണെങ്കിൽ 6 to 7 hours 80% ചാർജാകാൻ വേണ്ടി വരുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം വളരെ മുന്നിലാണ് എന്നാണ് പറയേണ്ടത്. പിന്നെ സുരക്ഷയുടെ കാര്യമായാലും വോൾവോ ആയതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് യാതൊരു ടെൻഷൻ്റെയും അവകാശമില്ല. അപ്പോൾ ഏതൊക്കെ വാഹനങ്ങൾ അതിന് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത് ചോദിക്കുകയാണെങ്കിൽ iX1, BMW iX1 ആയിരിക്കും പ്രധാനപ്പെട്ട ഒരു വാഹനം ഇതിനുമായിട്ട് കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഇനി നമുക്ക് അറിയാനുള്ളത് വില മാത്രമാണ്. വില എത്രയുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ബാക്കി കാര്യങ്ങൾ. ബാക്കി എല്ലാ തരത്തിലും ഒരു കോമ്പാക്റ്റ് SUV-യുടെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 6 എയർ ബാഗുകൾ കൂടാതെ ഹിൽ സ്റ്റാർട്ട് അസിസ്റ്റ്, ഹിൽ ഡിസൻ കൺട്രോൾ, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ, ഡ്രൈവർ അലേർട്ട്, ലൈൻ കീപ്പിംഗ് എയ്ഡ്, പാർക്ക് പൈലറ്റ് അസിസ്റ്റ്, പാർക്ക് അസിസ്റ്റ് ഫ്രണ്ട് ആൻഡ് റിയർ, ലൈൻ ഡിപ്പാച്ചർ വാണിംഗ്, പാർക്ക് അസിസ്റ്റ് ക്യാമറ 360 ഡിഗ്രി ക്യാമറ, പിന്നെ ട്രാഫിക് ജാം അസിസ്റ്റ്, ഫോർവേഡ് ലോക്കിംഗ് ക്യാമറ, അത്ര എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ? എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വേറെ ഒരിടത്തും കാണാത്ത കാര്യങ്ങൾ പോലും നമുക്ക് ഈ ഒരു വാഹനത്തിൽ കണ്ടെത്താം. അപ്പോൾ നമ്മൾ എക്സ്റ്റീരിയർ പറഞ്ഞപ്പോൾ പറയാൻ വിട്ടുപോയൊരു കാര്യം കാണിച്ചുകൊണ്ടാകാം സൈൻ ഓഫ് എന്ന് വിചാരിക്കുന്നു. അത് ഫ്രങ്ക് സ്പേസാണ്. അതായത് മുൻഭാഗത്തെ ബൂട്ട് സ്പേസ് എന്ന് പറയുന്ന സംഭവം. ഇതിങ്ങനെ എടുത്ത് ഇതിങ്ങനെ തുറക്കുമ്പോൾ 7 ലിറ്ററാണ് ഇതിനകത്ത് ബൂട്ട് സ്പേസ് അല്ല ഫ്രങ്ക് സ്പേസ് നമുക്ക് കിട്ടുന്നത്. ഇത് ചാർജറാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും സ്പേസ് ഉള്ളൂ കേട്ടോ, അധികമില്ല. മൊത്തത്തിൽ ചെറിയ വാഹനമായതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു ഒതുക്കം പ്രതീക്ഷിക്കാം. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. എന്തായാലും വളരെ ചെറിയൊരു കോമ്പാക്റ്റ് EV SUV നിങ്ങൾക്ക് വേണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഇതാണെന്നുള്ള കാര്യം സംശയമില്ല. 480 കിലോമീറ്റർ റേഞ്ച്, 150 കിലോമീറ്ററിൻ്റെ ചാർജറാണെങ്കിൽ 25 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ്. പിന്നെ വോൾവോ എന്ന വാഹന നിർമ്മാതാവിൻ്റേതായ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും കൂടാതെ മറ്റൊരു വാഹനത്തിലും ഇല്ലാത്ത ചില സംഭവങ്ങളും എല്ലാം കൂടി ചേർത്ത് ഒരു മിക്സ് ഓഫ് എല്ലാ ഗുണങ്ങളും എന്നാണ് നമുക്ക് ഈ ഒരു വാഹനത്തെ പറ്റി പറയാവുന്നത്. എനിക്ക് ആകെ ഒരു ചെറിയ പ്രശ്നം തോന്നുന്നത് പിൻഭാഗത്തെ ഒരു സ്പേസാണ്. പിൻഭാഗത്തെ സ്പേസ് അല്പം കൂടി ആകാമായിരുന്നു, അല്പം കൂടി തൈ സപ്പോർട്ട് ആകാമായിരുന്നു. അത് എപ്പോഴും നമുക്ക് ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. അത് ആണ് ആകെ തോന്നിയൊരു ന്യൂനത എന്ന് പറയുന്ന കാര്യം. ഇനിയൊരു ന്യൂനത വരാവുന്ന വിലയുടെ കാര്യത്തിലായിരിക്കും. അത് അറിഞ്ഞുകൂടാ. എന്നാലും സെപ്റ്റംബർ അവസാനമേ വാഹനത്തിൻ്റെ വില പ്രഖ്യാപിക്കുകയുള്ളൂ. ഒരു 40 lakhsന് മുകളിലേക്ക് ഒരു ചെറിയ കൂടുതൽ ഒക്കെ പ്രതീക്ഷിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും വോൾവോ എന്നൊരു ബ്രാൻഡിന് അത്രയും വില കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെ ആ വില കൂടുതലാകാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ വോൾവോ EX30യുടെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യം മറക്കണ്ട. പ്രവാസികൾക്കായുള്ള ടേം ഇൻഷുറൻസിൻ്റെ കാര്യം ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി കയറുകയാണെങ്കിൽ പല കമ്പനികൾ നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറ്റുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻ 23% വരെ ഡിസ്കൗണ്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും ഓഗസ്റ്റ് അവസാനം ബുക്കിംഗ് ഓപ്പൺ ആകുന്നു. നിങ്ങൾക്ക് ഒക്ടോബറിൽ വാഹനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. എല്ലാം കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും ജയ്പൂരിൽ നിന്നും നന്ദി. ബൈ.